ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കിച്ചുമണീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോവാണ്. ആ ചലഞ്ചിൻ്റെ പേരാണ് യു ഓർ മീ ചലഞ്ച്. യു ഓർ മീ ചലഞ്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ കുറച്ച് സൗണ്ടിന് പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മൾ ലോട്ട് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പം പറഞ്ഞോ. ലോട്ട് ഇടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ലോട്ട് എടുത്തു കഴിയുമ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ആ പേര് ആർക്കാണ് വരുന്നത്, അത് അതിനനുസരിച്ചാണ് നമ്മളത് കാർഡ് കാണിക്കുക. അതെ ഗൈസ്, എന്നോട് യോജിച്ച ആളിനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോട്ട് എടുക്കാം. അത് ഞാൻ എടുക്കട്ടെ? എടുക്ക്. ഓക്കെ. ഷെയറിങ് ആർക്കാണ് കൂടുതൽ എന്നാണ്. രണ്ടുപേരും ഗൈസ്. ഞാൻ പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഷെയറിങ് ഉണ്ട്. എന്ത് കിട്ടിയാലും നമ്മളെന്തും പറയുകയും ചെയ്യും, എന്ത് കിട്ടിയാലും പറയും. അതെ ഗൈസ്, ഞാനും പറയും രണ്ടുപേർക്ക്. ഞാൻ അങ്ങോട്ട് കൊടുക്കാറുണ്ട്, അമ്മ എനിക്ക് തരാറുണ്ട്. ബർത്ത്ഡേക്കൊക്കെ മിഠായിയൊക്കെ കിട്ടിയാലും കൊടുക്കാറുണ്ട്, അമ്മ എനിക്ക് തരാറുണ്ട്. എടുത്തു. ഇനി അടുത്തത് ഞാനെടുത്തു. ലേസി. ഗൈസ്, ആരാണ് കൂടുതൽ മടി ഉള്ളവരെന്നാണ്. യസ്മരിയാന്ന് ഞാൻ കാണിച്ചു. ഞാനാണ് ഗൈസ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. വലിയ മടിയില്ല, പിന്നെ പറയണ്ടേന്ന് വിചാരിച്ചോണ്ട് പറയാം. അടുത്തത് ഡ്രീം ട്രിപ്പ് പോവാൻ കൂടുതൽ ആഗ്രഹം ഉള്ളതാണ്. അത് എനിക്ക് തന്നെയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പ് പോവാൻ. പക്ഷെ ഇതുവരെ വലിയ നല്ല ട്രിപ്പുകളൊന്നും പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. വാട്ടർ പാർക്കായിരുന്നു. അത് കഴിഞ്ഞ വർഷം സ്കൂൾ ടൂർ പോയപ്പോൾ എനിക്ക് ശരിയായി. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തത് എടുക്കാം. നോക്കാം എന്താ കിട്ടണമെന്ന് നോക്കാം. ലവിങ്. ഓക്കെ ഗൈസ്, ലവിങ് ആണ് കൂടുതൽ. ആരാണ് ലവ് ചെയ്യുന്നത് എന്നാണ്. രണ്ടുപേർക്കും നല്ല സ്നേഹമുണ്ട്, ലവ് ഉണ്ട് രണ്ടുപേരും. അതെ ഗൈസ്, രണ്ടുപേർക്കും. ഞാനും അതന്നെ പറയുന്നത്. ഞാൻ അങ്ങോട്ട് കൊടുക്കാറുണ്ട്, എനിക്ക് ഇങ്ങോട്ട് കിട്ടാറുണ്ട്. അത്രേ ഉള്ളൂ. അടുത്തത് ട്രിപ്പ്. എന്താ പറഞ്ഞ, ട്രിപ്പ് പോവാൻ ആഗ്രഹമുണ്ടായിട്ട് നടന്നവരാണ്. അത് ഞാൻ തന്നെയാണ് ഗൈസ്, ഞാൻ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, വാട്ടർ പാർക്ക് അത് തന്നെയാണ്. എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ സാധിച്ചിട്ടില്ല. ഓരോ സ്ഥലങ്ങൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോയിട്ടില്ല. കൊച്ചെന്തായാലും പോയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എടുക്കാം. ഗൈസ്. സെൻസിറ്റീവ്. പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളാണ്. അത് ഞാൻ തന്നെയാ. പെട്ടെന്ന് സങ്കടം വരും. എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് സങ്കടം വരില്ലെങ്കിലും വീട്ടിൽ നിന്ന് അങ്ങനെ വരാറുണ്ട്. പക്ഷെ സ്കൂളിൽ ഞാൻ അങ്ങനെ കരയാറില്ല ഗൈസ്. അടുത്തത് എടുക്കട്ടെ. പഠിപ്പി ഗൈസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ചെറുപ്പകാലത്തിലോട്ട് നമ്മളൊന്ന് കൈ കോർക്കണം, എന്നാലാണ് നമുക്ക്. അത് എനിക്കറിയില്ല, എന്നാലും ഞാനൊരു ആവറേജ് പഠിത്തം എന്നാണ് പറയാൻ പറ്റുള്ളൂ. കൊച്ച് പഠിക്കും, എന്തായാലും പഠിക്കും. അവള് പഠിച്ചോളും. എനിക്കൊരു ആവറേജ് പഠിത്തം ചെറുപ്പത്തിലും അങ്ങനെ തന്നെ. ഞാൻ പറയുകയാണെങ്കിൽ രണ്ടുപേരും കേട്ടോ. കാരണം എനിക്കറിയില്ലല്ലോ ഗൈസ്, അമ്മയുടെ ചെറുപ്പകാലത്തിൽ എന്താണ് നടന്നിരിക്കണമെന്ന് എനിക്കറിയില്ല. അമ്മ പറയേണ്ട ആവറേജ് പഠിപ്പാണെന്ന് എനിക്കറിയില്ല. അടുത്തത് ഫുഡി. ഗൈസ്, ഭക്ഷണത്തെ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാണെന്നാണ്. ഞാൻ എന്താ പറയാ, ഇങ്ങനെ വെക്കുള്ളൂ. കാരണം എനിക്ക് രണ്ടുപേർക്കും അങ്ങനെ ഫുഡിനോട് അങ്ങനെ അത്രയ്ക്ക് താല്പര്യമില്ല. നമ്മൾ കിട്ടണെന്ന് വെച്ച് നമ്മൾ കഴിക്കുന്നല്ലാണ്ട് ഞങ്ങളങ്ങനെ ഇതാക്കാറില്ല. അടുത്തത് മണി സ്പെൻഡ് ആണ് ഗൈസ്. മണി സ്പെൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് കൂടുതൽ പൈസ ചിലവാക്കുക എന്നാണ്.
അത് രണ്ടുപേരും ആരും പൈസ അധികം ചെലവാക്കില്ല, നോക്കിയും കണ്ട് തന്നെ ചെലവാക്കും. തന്നെ ആവശ്യമുള്ളപ്പോൾ തന്നെ ചെലവാക്കുള്ളൂ. ഡ്രസ്സിനാണെങ്കിൽ പോലും എന്തിനായാലും ഞങ്ങൾ നോക്കിയിട്ട് തന്നെ പൈസ ചെലവാക്കുള്ളൂ, അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ. അടുത്തത് ആടുകളെ ആർക്കാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. അത് ക്രിസ്മരിക്ക് തന്നെയാണ്, കിച്ചുമണിക്കാണ്. കിച്ചുമണി എനിക്ക് അമ്മയ്ക്കും ഉണ്ട്, എന്നാലും കുറച്ച് കൂടുതലാന്നുള്ളൂ. അടുത്തത് നമുക്ക് എടുത്ത് നോക്കാം. നമുക്ക് കുറുമ്പി. അത് കുറുമ്പി എന്റെ പെണ്ണെന്നെ കിസ്വരിയെ കുട്ടി. ഞാൻ തന്നെയാണ്. അമ്മയ്ക്കും ഉണ്ട്, എന്നാലും പക്ഷെ നമുക്ക് പ്രായത്തിനനുസരിച്ച് ഉണ്ടാവുമല്ലോ. അടുത്തത് എന്താണ്? കോംപ്രമൈസ്. കോംപ്രമൈസ് ആണ്. ആരാണ് കൂടുതൽ പെട്ടെന്ന് പിണക്കമൊക്കെ മാറ്റുന്ന ആരാണെന്നാണ്. രണ്ടുപേരും ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടി അധികം അമ്മയ്ക്കാന്നുള്ളത്. കാരണം പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും പിണങ്ങിയിരിക്കുകയാണെങ്കിലും ആദ്യം തന്നെ, പിന്നെ ഞങ്ങൾ രണ്ടുപേർക്ക് അങ്ങനെ കുറേ നേരം അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, സാധിക്കില്ല. അതാണ് കോംപ്രമൈസ് വേഗം തന്നെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് വേഗം കാര്യങ്ങൾ വേഗം പറഞ്ഞു തീർക്കുന്നതായി. അങ്ങനെ അത്ര പിണക്കം. അതിനിടയ്ക്ക് ഫോണ് ആട്ടുകുട്ടികൾ തട്ടി കളയാൻ പോയിട്ട് നേരെ വയ്ക്കാൻ പോയതാണ്. ഞങ്ങള് വ്യത്യസ്തമായിട്ട് പറമ്പിൽ ഇരുന്നിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഒന്നും കൂടി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ ഗൈസ്. അടുത്തത് ഏതാണ്? കെയറിംഗ് ആണ് ഗൈസ്. ആരാണ് കൂടുതൽ കെയറിംഗ് എന്നാണ്. അത് രണ്ടുപേരും കെയറിംഗ് ഉണ്ട്. അവിടെ എപ്പോഴും അതെ, ഞാൻ ഒരു മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി അപ്പോഴേക്കും ശ്രദ്ധയുണ്ട്, എന്നെ വിളിക്കാറുണ്ട് എപ്പോഴും. പിന്നാലെ നടപ്പന്നെയാണ്. ആംഗ്രി ആർക്കാന്ന് ചോദിച്ചാ കൂടുതൽ ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരിക? ഇത് ഇവിടെ വീട്ടുകാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല, കാരണം ഞാൻ ഇവിടെ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. പക്ഷെ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാന് അവൾക്ക് ഇത്തിരി ദേഷ്യം അങ്ങനെ വലിയ കാര്യമായിട്ടില്ല, എന്നാലും അതെ അമ്മയ്ക്കും ഉണ്ട്, എന്നാലും ഞാന് വരുമ്പോ എനിക്ക് ഇച്ചിരി കൂടുതൽ ദേഷ്യം വരുന്ന അത്രേ ഉള്ളൂ. നമുക്ക് എടുത്തു നോക്കാം എന്താ സംഭവിക്കാന്ന്. അയ്യോ, ഡ്രസ് സെൻസ് ആണ് ഗൈസ്. കൂടുതൽ ആർക്കാണ് ഡ്രസ് സെൻസ്, കളർ സെൻസ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. അത് എനിക്ക് രണ്ടുപേരും ഉണ്ട്, കാരണം അമ്മയുടെ എനിക്ക് അങ്ങനെ ഡ്രസ് സെൻസ് എനിക്ക് എന്താന്ന് അറിയില്ല. ഞാൻ കൊച്ചിനെ പറയും, അവൾക്ക് കൂടുതലും ഇതേ ഇപ്പൊ കണ്ടില്ലേട്ടാണത് ആമ്പിള്ളേർ ഡ്രസ്സ് പോലത്തെ ഇടാനാണ് കൂടുതൽ ഇഷ്ടം ഉള്ളത്. കൂടുതലും അത് തന്നെയാണ് ഇടുക. നിങ്ങളെപ്പോഴും ആ വീഡിയോസുകളൊക്കെ അങ്ങനെ തന്നെയാവും കണ്ടിട്ടുണ്ടാവുക. അതാണ് വലിയ ഡ്രസ് സെൻസ് എന്ന് പറയേണ്ടി വരിക. അടുത്തത് ടോക്കറ്റീവ് ആണ് കിട്ടിയത്. അത് കൊച്ചു തന്നെയാണ്, കൂടുതൽ സംസാരം കൂടുതൽ അവിടെ തന്നെയാണ്. എന്നാലും കൊച്ചു തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് എടുത്ത് നോക്കാം. പാവം. അയ്യോ ഗൈസ്, പാവം ആരാണ് ചോദ്യം. അയ്യോ, ആരും അധികം പാവല്ലാതാണ് അവളുടെ. രണ്ടും കണക്കാണ് ഗൈസ്, രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ് എന്ന് പറയാം. രണ്ടും കണക്കാണ്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഇല്ല, അതേപോലെയൊക്കെ തന്നെ. വലിയ ഭയങ്കര പാവൊന്നും പറയാൻ പറ്റില്ല, എന്നാ ഭയങ്കര ഇതൊന്നും പറയാൻ പറ്റില്ല, ദേഷ്യമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പോകും. ഇനി അടുത്തത് അടുത്തത് നമുക്ക് എടുക്കുന്നത് ഏതാന്ന് നോക്കട്ടെ. ഏതാണ്? ഫ്രണ്ട്സ്. ആർക്കാണ് കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളതെന്നാണ് ചോദ്യം. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഫ്രണ്ട്സ് മാത്രം, 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഫ്രണ്ട്സ് മാത്രം, 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഫ്രണ്ട്സ് മാത്രം, അങ്ങനെയാണ് എനിക്ക്. അമ്മയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഉണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലടക്കം ഉണ്ട്. ഒത്തിരി അല്ലാണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടുതലുള്ള ആയാലും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എപ്പൊക്കെ പഠിച്ചതാണെങ്കിൽ അവരൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ട്.